അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 104. എന്നെ പേടിയാണോ എൻ്റെ കുഞ്ഞന്? ആർദ്രമായിരുന്നു അഗ്നിയുടെ ചോദ്യം. ജ്വാല അല്ലാന്ന് തലയാട്ടി. പിന്നെ പിന്നെ എന്തിനീ കണ്ണിങ്ങനെ അറിയുന്നേ? അവൻ അലിവോടെ ചോദിച്ചു. നിക്ക് ഒത്തിരി ഇഷ്ട ദേവേട്ടാ. പക്ഷെ അവര് പറഞ്ഞതുപോലെ നിക്ക് പേടിയാ. അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. അയ്യേ, ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ കരയൂ എൻ്റെ കുഞ്ഞ? കഷ്ടണ്ട് കേട്ടോ. അഗ്നി സ്വയം മൂക്കിൽ വിരൽ വെച്ച് അവളെ കളിയാക്കി. ജ്വാല അപ്പോഴും ചുണ്ടു പിളർത്തി അവനെ നോക്കുകയാണ്. അവന്റെ ശരീരത്തിൽ ചേർന്നിരിക്കുമ്പോൾ അവൾക്ക് അവർ പറഞ്ഞത് എന്തൊക്കെയോ വീണ്ടും ഓർമ്മ വന്നു. അവള് പിടച്ചലോട് അഗ്നിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്റെ പൂച്ചക്കുട്ടി, നീ ഇത്രയുള്ള പെണ്ണെ. അയ്യേ, ഈ കാര്യത്തിനാണോ നീ എന്നോട് ഇന്നലെ മിണ്ടാതിരുന്നേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അത് തീത്തു പറഞ്ഞു ദേവേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യൂന്ന്. അതിന് നല്ല സമയം രാത്രി അത്ര. അപ്പൊ എനിക്ക് പേടിയായി, അതാ. അവള് പതിയെ പറഞ്ഞു. തീത്തു മിണ്ടാതിരുന്നോ നീ ആ രണ്ട് കുട്ടിക്കുരുപ്പുകളുടെ കാര്യം? വേണ്ടാത്ത ഓരോ കാര്യം എൻ്റെ കൊച്ചിന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കുന്നു ജന്തുക്കള്. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അവളുമാരെ. അഗ്നി പല്ലിരുമ്മി. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. എൻ്റെ കുഞ്ഞ, അവര് പറയുന്നത് പോലെ ഒന്നുമില്ല കേട്ടോ. അതോർത്താ നിന്റെ ഈ പേടിയെങ്കിൽ അതൊന്നും വേണ്ട. അപ്പോ ദേവേട്ടനെ അങ്ങനൊന്നും ചെയ്യില്ല അല്ലേ? ജ്വാലയുടെ മുഖം തെളിഞ്ഞു. അഗ്നിയുടെ മുഖത്ത് വല്ലായ്മ നിറഞ്ഞു. എടാ, അങ്ങനെയല്ല. അത് ദേവേട്ടൻ മോൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നോട്ടെ. എൻ്റെ കുഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം മുന്നോട്ട് എങ്ങനെയെന്നൊക്കെ. അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ജ്വാല സമ്മതഭാവത്തിൽ തലയാട്ടി. അഗ്നിയുടെ ശരീരം വിയർത്തുപോയി. ഇവള് കുഞ്ഞാണെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ ഒന്നിനും പോവാത്ത ഇവളോട്. പക്ഷെ എല്ലാം ജ്വാല അറിഞ്ഞ സ്ഥിതിക്ക്, തന്നോടുള്ള പ്രണയം പോലും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക്, ഇനി തന്നെ എത്രത്തോളം പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് അഗ്നിക്ക് തന്നെ അറിയില്ലായിരുന്നു. അത്രത്തോളം ഞാനെന്ന പുരുഷൻ ഈ പെണ്ണിനെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിരിക്കുന്നു. പക്ഷേ എങ്ങനെയല്ല അവളെ പേടിപ്പിക്കാതെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഓർക്കവേ ശരീരം വിയർത്തു കുളിക്കുന്നു. അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ജ്വാലയെ നോക്കി പുഞ്ചിരിച്ചു. ജ്വാലയും അവനെ നോക്കി ചിരിച്ചു കൊടുത്തു. അഗ്നി സംസാരിച്ചു തുടങ്ങി. കുഞ്ഞാ. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി മൂളി. നിനക്കെന്നോട് സ്നേഹമല്ലേ? അതുകൊണ്ടല്ലേ എന്നെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ദേ ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്നതും എല്ലാം? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അതെ, അവള് പറഞ്ഞു. അപ്പോ സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണോ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ അല്ലാന്ന് മൂളി. അല്ലല്ലോ അല്ലേ? ഉറപ്പല്ലേ? അവൻ ആവർത്തിച്ച് ചോദിച്ചു. അല്ല, അത് സ്നേഹം കൊണ്ടല്ലേ? അവള് ചോദിച്ചു. അപ്പൊ പിന്നെ എന്തിനാ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നതിന്, അതായത് നിന്റെ ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ എല്ലായിടത്തും ഉമ്മ വെക്കുന്നതിന് നിനക്ക് പേടി? അവൻ ശാന്തമായി ചോദിച്ചു. ജ്വാല ഞെട്ടലോടെ അവനെ നോക്കി. എന്താടാ? അവളുടെ നോട്ടം കണ്ട് അവൻ ആകുലതയോടെ ചോദിച്ചു. അപ്പോ ദേവേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഗ്നി ആകെ കുഴഞ്ഞുപോയി. എൻ്റെ മഹാദേവ, ഇത് എന്തൊരു പരീക്ഷണം! ഞാൻ എങ്ങനെ ഇവളെല്ലാം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? അവൻ ദയനീയമായി മനസ്സിൽ പറഞ്ഞു. കുഞ്ഞാ, അങ്ങനെ അല്ല മോളെ. അത് ദേവേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ നിനക്കത് എങ്ങനെ ഒന്ന് പറഞ്ഞു തരുന്നേ? അവൻ അവന്റെ നെറ്റിയിൽ കൈവച്ചു പോയി. ആ നിമിഷം തന്നെ അവനിൽ നിന്നും വേദനയുടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അയ്യോ ദേവേട്ട, എന്താ ഈ കാട്ടിയെ? പൊട്ടിയ നെറ്റിയിലാണോ കൈവയ്ക്കണേ? ജ്വാല അവനോട് സങ്കടത്തോടെ ചോദിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ പതിയെ ഊതി കൊടുക്കാൻ തുടങ്ങി. അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു. കുഞ്ഞാ, നിന്റെ ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ ഒന്നും അല്ല കേട്ടോ. അവര് വെറുതെ നിന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുന്നതാ. അങ്ങനെയൊക്കെ ഓരോന്ന് കേട്ട് പേടിച്ചാ ഈ ലോകത്ത് ആരെങ്കിലും വിവാഹം കഴിക്കുവോ? പക്ഷെ അങ്ങനെ ചെയ്താൽ അത്രേ വാവ വരെ വയറ്റില്. അവള് പെട്ടെന്ന് പറഞ്ഞു. അഗ്നി അവളെ കണ്ണു തള്ളി നോക്കി. എന്തോന്ന് വാവയോ? ഏതവളടി നിന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നെ? ഇതൊക്കെയാണോ നിങ്ങളുടെ സംസാരം? അഗ്നി അവളെ കണ്ണുരുട്ടി നോക്കി. അത് ദൃശ്യ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ആവൂന്ന്. അപ്പോഴാ ഞാനും ഓർത്തെ, സ്കൂളിൽ പ്രഗ്നന്റ് ആവുന്നതിനെ കുറിച്ചും കുഞ്ഞിന്റെ വളർച്ചയെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവള് കാര്യമായി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നിക്ക് നേരിയൊരു ആശ്വാസം തോന്നി. ആണല്ലേ, അതാ ഞാനും ഓർത്തെ ഇതൊക്കെ പഠിപ്പിക്കുമല്ലോന്ന്. എന്താ പഠിച്ചേ? അവൻ ചോദിച്ചു. ആവോ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ എപ്പോഴൊന്നും സ്കൂളിൽ പോവാറില്ല. വല്യമ്മ സമ്മതിക്കില്ല. പിന്നെ പോയാലും സാറുമാര് പറഞ്ഞു തരില്ലല്ലോ. നമ്മളോട് തനിയെ നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറയും. അതാ പ്രശ്നം. അഗ്നി ഒന്ന് നിശ്വസിച്ചു പോയി. എന്ത് പ്രശ്നം? ജ്വാലയ്ക്ക് മനസ്സിലായില്ല. ഈ പെണ്ണ് ഒന്നുമില്ല. അഗ്നി ചുണ്ടു കൂർപ്പിച്ചു. ദേവേട്ട ദൃശ്യ പറഞ്ഞതുപോലെയാണോ? അപ്പൊ ദേവേട്ടനെ അങ്ങനെയൊക്കെ ചെയ്യോ? അവള് വീണ്ടും ചോദിച്ചു. ചെയ്യണ്ടേ? അഗ്നിയുടെ സ്വരം പെട്ടെന്ന് ആർദ്രമായി. ജ്വാല വിറയലോടെ അവനെ നോക്കി. എനിക്ക് പേടിയാ. ഇപ്പൊ ഉള്ളതുപോലെ മതി. അവള് വിക്കി. ഇങ്ങനെ മാത്രം മതിയോ? അവൻ അവളുടെ ടോപ്പ് അല്പം ഉയർത്തി അവളുടെ നഗ്നമായ ഇടുപ്പിൽ ഒന്ന് തലോടി.
മതി, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോ ഞാൻ നിന്നെ സ്നേഹിക്കണ്ടേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവൾ വേണമെന്ന് തലയാട്ടി. അഗ്നിക്ക് ചിരി വന്നു പോയി. അവൻ പെട്ടെന്ന് അവൾ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എന്റെ കുഞ്ഞാ, നിന്നെക്കൊണ്ട്. എടി, നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട. അവളുമാര് പറഞ്ഞത് അങ്ങോട്ട് മറന്നുകളാ. എല്ലാം കള്ളാ. ദേവേട്ട മോളോട് എപ്പോഴെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? അവളില്ലാന്ന് മൂളി. ആ, പിന്നെന്തിനാ നീ അവരൊക്കെ വല്ലതും പറഞ്ഞു എന്ന് കരുതി അതൊക്കെ ഓർത്ത് പേടിക്കുന്നേ? അവൻ അവളുടെ തലമുടി തഴുകി. അപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? അവള് വീണ്ടും ചോദിച്ചു. എങ്ങനില്ലല്ലോന്ന്? അഗ്നി പുരികമുയർത്തി. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡ്രസ്സ്. അവൾക്ക് വീണ്ടും അത് പറയാൻ വല്ലായ്മ തോന്നി. ഡ്രസ്സ് അഴിക്കുന്നതല്ലേ? അവൻ കണ്ണിറുക്കി. അവള് മൂളി. അതൊക്കെ ഇടണോ അഴിക്കണോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇനി നീ ഇത് പറഞ്ഞോണ്ടിരുന്നാ ഞാൻ നിന്നെ കയറി വല്ലതും ചെയ്തോ? എന്തിനാ വെറുതെ? അവനിൽ കള്ളച്ചിരി. എന്ത് ചെയ്യൂന്നാ? അവള് മനസ്സിലാവാതെ ചോദിച്ചു. അതോ അത് നിന്റെ ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ ചെയ്തു പോവൂന്ന്. അവൻ ചിരിയോടെ പറഞ്ഞതും ജ്വാല പകപ്പോടെ അവനെ നോക്കി. പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അത് കണ്ട് അഗ്നി അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞാ, കരയാണോ? അവൻ പതിയെ ചോദിച്ചു. എന്തിനാ അങ്ങനെയൊക്കെ? എനിക്ക് പേടിയാ. അവള് വിതുമ്പി. അവര് പറഞ്ഞത് കുറെയൊക്കെ ഉള്ളതാ കുഞ്ഞാ, പക്ഷെ എല്ലാം അല്ല. അതൊക്കെ പതിയെ ഞാൻ മോൾക്ക് പറഞ്ഞു തരാട്ടോ. പക്ഷെ ഇപ്പൊ ആ ചിന്തയൊന്നും വേണ്ട, നമുക്ക് ഉറങ്ങണ്ടേ? അവള് മൂളി. എന്താണ് മൂളലിന് ഒരു ഉഷാറ് പോരല്ലോ? അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. നിനക്കെന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ കറക്റ്റ് സമയത്ത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരും. അല്ലാതെ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇനി എന്നീന്ന് അകലല്ലേടി. എനിക്ക് വല്ലാതെ സങ്കടം തോന്നുക. അവൻ വിഷമത്തോടെ പറഞ്ഞു. സോറി, ഞാൻ എന്നോട് ദേഷ്യമായോ ദേവേട്ടാ? അവള് ചുണ്ടു പിളർത്തി. ഇല്ലടാ കുഞ്ഞാ, ദേഷ്യമൊന്നും ആയില്ല. പക്ഷെ ഇന്നലെ ഞാൻ ഒരുപാട് വിഷമിച്ചു. അതുകൊണ്ടാണ് നിന്നോട് മിണ്ടാതെ നേരത്തെ ഓഫീസിൽ പോയേ. അവൾ അവനെ വിതുമ്പലോടെ നോക്കി. അയ്യോ, അങ്ങനല്ലടാ. അത് നേരത്തെ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ആ സമയത്താണെങ്കിൽ നീ നല്ല ഉറക്കോ. ഉണർത്താൻ തോന്നിയില്ല എനിക്ക്. അല്ലാതെ ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയാതെ പോവോ? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. രാവിലെ എണീറ്റപ്പോ ദേവേട്ടനെ കാണാതെ എനിക്ക് സങ്കടായി. എന്തിനാ ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയേ? ഞാൻ പേടിച്ചുപോയി. അവൾ അവന്റെ കവിളിൽ പതിയെ തഴുകി. എന്തിനാ പേടിച്ചേ? അറിയില്ല, ഞാനിന്നെല്ലാം ദേവേട്ടനോട് പറയണമെന്ന് കരുതിയതാ. പക്ഷെ രാവിലെ എണീറ്റപ്പോ ദേവേട്ടനെ കണ്ടില്ല. ഒത്തിരി കരഞ്ഞു ഞാൻ. എനിക്ക് കഴിക്കാനും തോന്നിയില്ല. ആകെ സങ്കടം. വിളിച്ചു നോക്കിയപ്പോ ഫോണും സ്വിച്ച് ഓഫ്. ഞാൻ എങ്ങനെ സഹിക്കും? ഇതിനെങ്ങനെയൊക്കെ ചെയ്ത ദേവേട്ടാ? എന്നോട് ഇഷ്ടം കുറഞ്ഞോണ്ടാണോ? അവൾ ഓരോന്ന് ചോദിച്ച് പദം പറഞ്ഞു കരഞ്ഞു. അഗ്നി അവളെ സങ്കടത്തോടെ നോക്കി. ഒരുപാട് കരഞ്ഞു എൻ്റെ കുഞ്ഞ്? അവൻ അലിവോടെ ചോദിച്ചു. സോറി. അവൻ പറഞ്ഞതും ജ്വാല കണ്ണു തുടച്ച് പുഞ്ചിരിയോടെ തലയാട്ടി. എനിക്കെന്റെ പെണ്ണിനോട് ഒരു ഇഷ്ടക്കുറവുമില്ല കേട്ടോ, ഒരുപാട് ഇഷ്ടാ. അഗ്നി പ്രണയം നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞു. ജ്വാല അവനെ നോക്കി ഇരുന്നു പോയി. അതെ, നേരത്തെ താഴേന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ, ഉള്ളതാണോ? അഗ്നി അവളെ നോക്കി കുസൃതിയോടെ ചോദിച്ചു. ജ്വാലയുടെ മുഖം ചുവന്നുപോയി. അവളെ പിടച്ചിലോടെ അവന്റെ ദേഹത്തുനിന്ന് അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളിലുള്ള പിടി ഒന്നുകൂടി മുറുക്കുകയാണ് ചെയ്തത്. ദേവേട്ടാ, എന്നെ വിട്. ജ്വാല ചിണുങ്ങി. വിടില്ല. നേരത്തെ പറഞ്ഞതൊക്കെ സത്യാണോന്ന് പറ. അവൻ വീണ്ടും ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ മൂളി. അഗ്നി നിറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കി. എന്നാൽ ഒരിക്കൽ കൂടി പറയോ, ഞാൻ കേട്ടോട്ടെ. അവന്റെ സ്വരം നീർത്തുപോയി. ജ്വാല അവന്റെ മുഖത്തേക്ക് അല്പനേരം നോക്കിയിരുന്നു. പതിയെ അവൾ അവന്റെ മുഖം ഇരു കൈകളിലും കോരിയെടുത്തു. അഗ്നി അവളെ കണ്ണിമ ചുമ്മാതെ നോക്കി. നിക്ക് ദേവേട്ടനെ ഒത്തിരി ഇഷ്ടാ. ഒത്തിരി എന്ന് വെച്ചാ ഈ ലോകത്തിപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണത് ദേവേട്ടനെയാ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക്. ഇന്നലെ മിണ്ടാതിരുന്നപ്പോൾ പോലും ആകെ ശ്വാസം മുട്ടണത് പോലെ ആയിരുന്നു എനിക്ക്. ദേവേട്ടന്റെ കുഞ്ഞാന്നുള്ള വിളി കേൾക്കാതെ എന്നെ എങ്ങനെ കൊഞ്ചിക്കൂലേ? അതൊന്നുമില്ലാതെ ആകെ ഞാൻ വിഷമിച്ചു പോയി. ഇപ്പൊ കുറച്ചു മുന്നേ എന്നെ വീണ്ടും വിളിച്ചില്ലേ കുഞ്ഞാന്ന്? സത്യം പറഞ്ഞാ ആ പേരിനെ പോലും ഞാൻ അത്രയ്ക്ക് പ്രണയിച്ചിരുന്നു എന്ന് ഈ കഴിഞ്ഞ നിമിഷങ്ങളാ എനിക്ക് മനസ്സിലാക്കി തന്നെ. എന്റെ ജീവനാ. അവൾ ആർദ്രമായി അവനോട് പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവനോടുള്ള പ്രണയത്താൽ അവളുടെ മുഖം പോലും അരുണാഭമായിരുന്നു. അഗ്നി കലങ്ങിയ കണ്ണുകളോടെ അവളെ തന്നെ നോക്കിയിരുന്നു പോയി. അതേ നിമിഷം അവൾ ഉയർന്നു വന്ന് അവന്റെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു മാറി. അഗ്നി പുഞ്ചിരിച്ചു. നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? അവൻ കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു. പോ ദേവേട്ടാ. അവൾ ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. അഗ്നി ചിരിയോട് അവളെ വരിഞ്ഞു മുറുക്കി. കുഞ്ഞാ, ദേവേട്ടാ, ഇന്നലെ നീ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു എനിക്കും. നിന്നോട് മിണ്ടാതെ ചേർന്ന് കിടക്കാതെ ആകെ സങ്കടമായിരുന്നു. പിന്നെ നീ എന്തിനാ എന്നോട് പിണങ്ങിയെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നലെ എനിക്ക് കരച്ചിലൊക്കെ വന്നുപോയി. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാടി.
അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും തീരാവുന്നതേ ഉള്ളോ നിനക്ക് എന്നോടുള്ള ഇഷ്ടമൊക്കെ? അവൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചതും ജ്വാലാമുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി. ഇഷ്ടം കുറഞ്ഞില്ലല്ലോ. എപ്പോഴും എന്നോട് ചോദിക്കില്ലേ പ്രണയാണോന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ പ്രണയാണെന്ന്? പിന്നെ സോറി, ആ ജന്തുക്കൾ ഓരോന്ന് പറഞ്ഞു തന്നിട്ടാ ഞാൻ പേടിച്ചേ. ഇല്ലെങ്കിൽ പേടിക്കില്ലായിരുന്നു. അവള് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. പ്രണയാണോ അപ്പോ? അഗ്നി അത് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് തോന്നി അവൾക്ക്. അതെ, പ്രണയ. അവളുടെ സ്വരം പതിഞ്ഞുപോയി. ആണല്ലേ? പ്രണയാണെങ്കിൽ ദേവേട്ടൻ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം എൻ്റെ പ്രണയം കൊണ്ടാ. അത് മാത്രം എൻ്റെ കുഞ്ഞ് എപ്പോഴും ഓർക്കണം കേട്ടോ. അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യുന്ന? അവൾക്ക് മനസ്സിലായില്ല. അത് വൈകാതെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇനി അതിനായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷെ ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. ആരെന്തു പറഞ്ഞാലും നിന്റെ ദേവേട്ടനെ നിനക്കറിഞ്ഞൂടെ? അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു കൊഞ്ചിച്ചതും ജ്വാല കൈ പിടിച്ചെടുത്ത് അതിൽ അമർത്തി ഉമ്മ വെച്ചു. അറിയാ, എനിക്ക് ദേവേട്ടനെ വിശ്വാസാ. അവള് പറഞ്ഞതും അവൻ ചിരിച്ചു. ദേവേട്ട, തീത്തൂനും ദൃശ്യയ്ക്കും വഴക്ക് കൊടുക്കണം കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞു തന്നെനിക്ക്? ജ്വാല പല്ല് കടിച്ചു. ആ, അതല്ലെങ്കിലും ആ സാധനങ്ങളെ എനിക്കൊന്ന് കാണണം. മനുഷ്യൻ എങ്ങനെയെങ്കിലും ഈ വഞ്ചി ഒന്ന് കരക്കടുപ്പിക്കാൻ നോക്കുമ്പോ അവളുമാർ ഇടയ്ക്ക് വെള്ളത്തിൽ വെച്ച് മറിച്ചിടാൻ നോക്കുന്നോ? അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു. വഞ്ചിയോ? ജ്വാല അമ്പരന്ന് ചോദിച്ചു. കുന്തം, ഇവിടെ കിടക്കടി നീ. അവൾ അത് മാത്രമേ കേട്ടുള്ളൂ. അഗ്നി അതും പറഞ്ഞ് അവളെ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ച് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. ജ്വാലയും അങ്ങനെ ഇരുന്ന് പതിയെ കണ്ണുകൾ അടച്ചു. നാലുനോട് ദേഷ്യപ്പെട്ടില്ലേ? അവള് കണ്ണു തുറക്കാതെ തന്നെ പരിഭവത്തോടെ പറഞ്ഞു. അഗ്നി അവളെ തലതാഴ്ത്തി നോക്കി. ടീഷർട്ടിൽ പിടിച്ച് ചുരണ്ടുന്നുണ്ട് പെണ്ണ്. സോറിട്ടോ, എൻ്റെ മോൾക്ക് സങ്കടമായിന്നറിയാം. പക്ഷെ ആ സമയം ഞാനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കൂടെ വ്യാസ് പറഞ്ഞിട്ടും നീ വിശ്വസിക്കാതെ കൂടി ആയപ്പോൾ എനിക്ക് ദേഷ്യവും വിഷമവും എല്ലാം കൂടി വന്നുപോയി. എന്നെക്കാളും നിനക്ക് ചരണ്യ വിശ്വാസം എന്ന് കരുതിപ്പോയി. പക്ഷേ അതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പെണ്ണിന് എന്നെ ഇത്രയും വിശ്വാസമായിരുന്നു അല്ലേ? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. ആദ്യമാണെങ്കിൽ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വിശ്വസിക്കും. ആദ്യം ദേവേട്ടനോട് ദേഷ്യമാണെന്നല്ലേ ഞാൻ കരുതിയേ. അപ്പൊ കിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കള്ളാണെന്നാ കരുതിയേ. ഇപ്പോഴല്ലേ ശരിക്കും ദേവേട്ടനെ ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായേ. അവൾ പതിയെ പറഞ്ഞതും അഗ്നി മറുപടി പറയാതെ അങ്ങനെ തന്നെ ഇരുന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ജ്വാല അവനെ മുഖമുയർത്തി നോക്കി. അഗ്നി എന്തായെന്ന പോലെ അവളെ നോക്കി. തുടരും.